പ്രദേശവാസി നൂർ വീണ്ടും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നൂർ, താങ്കൾ ആദ്യം നൽകിയ വിവരങ്ങൾ ഏറെ വിലപ്പെട്ടതായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ എത്ര കണ്ട് പുരോഗമിക്കുന്നുണ്ട്? കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ടോ? കൂടുതൽ ആളുകൾ സാധ്യത കുറച്ച് കാണുന്നുണ്ട്. അതായത് അവിടുത്തെ ആളുകൾ എത്ര ആൾ അവിടെ രാവിലെ ഉണ്ടായി, കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു അവിടുന്ന് പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തായാലും കുറച്ച് ആളുകൾ പെട്ടതായിട്ട് തന്നെ നമ്മൾ ഊഹം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു 10 ആളുടെ മുകളിൽ അവിടെ കുടുങ്ങിപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, 10-ലധികം ആള്. ഇപ്പോൾ എത്ര JCB, എത്ര സംവിധാനമുണ്ട് ഈ മണ്ണ് മാറ്റാൻ അവിടെ? ഹലോ, ഇപ്പോൾ മണ്ണ് മാറ്റാൻ വേണ്ടി എന്തൊക്കെ സംവിധാനമുണ്ട്? JCB സംവിധാനങ്ങളെല്ലാം JCB സംവിധാനങ്ങൾ എത്തി. ഭാഗത്തുനിന്നും ചൂരൽമല ഭാഗത്തുനിന്നും 2 ഭാഗത്തുനിന്നും മണ്ണ് മാറ്റിയിട്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ആളുകൾ അതിന്റെ ഉള്ളിൽ പെട്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ സംഘടനകളും ആളുകളും എല്ലാവരും എത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ട് ഈ മഴയാണ്, അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. ലേബർ ക്യാമ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലേ? അതിന് മുകളിലേക്ക് മണ്ണ് വന്ന് വീടുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹലോ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ശ്രീനൂർ, കേൾക്കാമോ? അതായത് തൊഴിലാളികളെ താമസിപ്പിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഷെഡിന് മുകളിലേക്ക് വന്ന് മണ്ണ് വീഴുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? അല്ലല്ല, ഷെഡ് ആളുകൾ താമസിക്കുന്ന ഷെഡ് 1 കിലോമീറ്ററോളം വിട്ടാണുള്ളത്. പക്ഷെ ഇനി അവിടെ ഉള്ള അവര് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ നിൽക്കുന്ന അതിന്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രാവിലെ മഴ കാരണം എല്ലാവരും അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടുണ്ടോന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കാതെ ഇതൊന്നും നമുക്ക് ഫുള്ളായിട്ട് വിശദീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പൊ ഈ മണ്ണ് മാറ്റണമെന്ന് നേരത്തെ തന്നെ ഇവരോട് പറഞ്ഞിരുന്നതാണ് അല്ലേ? അല്ല, അതെ പറഞ്ഞിരുന്നു. മണ്ണ് മാറ്റിയിട്ട് ഇവര് സ്ഥലം ഒരു 5 ഏക്കർ സ്ഥലമൊക്കെ അന്വേഷിച്ചിരുന്നു മണ്ണ് പുറത്തു കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മഴ പിടിച്ച് വലിയൊരു ഇതിലേക്ക് വന്നു. ഇന്നലെ വൈകിട്ട് ശരിക്കും ഒരു 5 മണി മുതൽ പുലർച്ചെ ഒരു 6 മണി വരെ ഒരു ഭീകര മഴയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മഴ കാരണമാണ് ഇത് സംഭവിച്ചു പോയത്. ഓക്കെ, താങ്ക് യു. എന്തായാലും റെഡ് അലേർട്ടാണ്, അതുകൊണ്ട് അതിശക്തമായ മഴയുണ്ടാകും. 265 മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മഴ അളവ് എത്ര വലിയ ശക്തമായിരുന്നു. മഴ ഊർന്നിറങ്ങി മണ്ണ് ഇടിച്ച് വീണു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. 6 പേർ ആശുപത്രിയിലുണ്ട്. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നു. എന്തായാലും ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒരു ബസ് അടക്കം അപകടത്തിൽപ്പെട്ടുണ്ട്. ബസ് ഒരു പക്ഷേ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന ആശങ്കയും സംശയങ്ങളുമുണ്ട്. ഇതാണ് അവിടുത്തെ സാഹചര്യം. രക്ഷാപ്രവർത്തനം അങ്ങേയറ്റം ദുഷ്കരം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് സംബന്ധിച്ച സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. വയനാട്ടിലെ വൻ മണ്ണിടിച്ചിൽ, അതിൽ എന്ത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയാണ്. കൂടുതൽ ആളുകൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത്. എത്ര പേര് കുടുങ്ങിയിട്ടുണ്ട് എന്ന പരിശോധനയാണ്. പ്രത്യേകിച്ചും ആ അവസാന ഭാഗത്ത് ആളുകളുണ്ടായിരുന്നു. ഓടി മാറാൻ എല്ലാവർക്കും കഴിഞ്ഞില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ കുടുങ്ങിപ്പോയവരെയൊക്കെ പുറത്തെടുത്തോ എന്ന കാര്യത്തിലാണ് വ്യക്തത ഉണ്ടാവേണ്ടത്. എന്തായാലും മണ്ണ് വന്ന് മൂടപ്പെട്ടു, ആളുകൾ മണ്ണിനടിയിലുണ്ടോ, ഇക്കാര്യമാണ് പരിശോധന വേണ്ടി വരുന്നത്. അതാണിപ്പോൾ പരിശോധിക്കപ്പെടുന്നത്. എന്തായാലും ആദ്യ മുൻനിരയിലുണ്ടായിരുന്ന പലരും, വർക്ക് സൈറ്റിലുണ്ടായിരുന്ന പലരും ഓടി മാറുന്ന നമുക്ക് കാണാനാവുന്നുണ്ട്. അവരൊക്കെ രക്ഷപ്പെടാനായി ഫ്രണ്ടിൽ കുട പിടിച്ചുകൊണ്ട് ഒരു ലേഡി അടക്കം ഓടി മാറുന്നുണ്ട്. കൂടുതൽ ആളുകൾക്ക് മാറാൻ പറ്റാതെ വന്നവരുണ്ടാവാം. എന്തായാലും അപകടം അതിൻ്റെ വലിയ തീവ്രത പ്രകടമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.